എങ്ങനെ തിരിച്ചറിയണത്? അമീന സർ എങ്ങനെ തിരിച്ചറിയണേ ഇംപ്ലിസിറ്റ് ആണോ എന്ന്? y is equal to f of x ആ ഫോമിൽ അല്ലെങ്കിൽ അത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ y ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ ഇംപ്ലിസിറ്റ് ആയിരിക്കും അല്ലേ? ശരി, എങ്ങനെ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണേ? എന്താ മാർഗം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്? എന്നോട് തന്നെയാണോ? അതെ അതെ. അത് ഡെറിവേറ്റീവ് ആദ്യം എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, എക്സ് ഫോമിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വൈ എന്നുവെച്ചാൽ ഓരോ എലമെന്റ്സിന്റെയും സെപ്പറേറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഓരോ എലമെന്റ്സിന്റെയും തന്നിരിക്കുന്നതിനകത്തുള്ള എലമെന്റ്സിനകത്ത് ഓരോ എലമെന്റ്സിന്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും. എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ കിട്ടും? 1 എന്ന് കിട്ടും. അല്ല, ക്വസ്റ്റ്യൻ എക്സ് ഇല്ലെങ്കിലോ? ക്വസ്റ്റ്യൻ എക്സ് ഇല്ലെങ്കിലോ? എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വാല്യൂ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ സൈൻ എക്സോ കോസ് എക്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും കാണുള്ളൂ. ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇപ്പം 2x ആണെങ്കിൽ 2 എന്നൊക്കെ കിട്ടൂലോ. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ആദ്യം ഓരോ ടൈമിന്റെയും ഡെറിവേറ്റീവ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ടു അമീന എന്റെ നേരെ നോക്കി പറഞ്ഞേ. ഇപ്പോഴാണ് വായിക്കാൻ പോണത്. ഡെറിവേറ്റീവ് കാണണം. ഞാൻ സമ്മതിച്ചു, ഡെറിവേറ്റീവ് ആണ്. പിന്നെ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് എല്ലാം ഡെറിവേറ്റീവ്സും എക്സിന് അപ്പൊ നമുക്കൊരു ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് എല്ലാ വൈയുടെ ഡെറിവേറ്റീവ്സിനെ ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് സോൾവ് ചെയ്യണം. എക്സിന് അത് കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എക്സിന് എന്നാ കിട്ടുന്നത് എനിക്ക് മനസ്സിലായില്ല. വൈയുടെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം, സോൾവ് ചെയ്യണം. ഞാൻ സമ്മതിച്ചു. വൈയുടെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് സോൾവ് ചെയ്യുക. ശരി, എന്താ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? മേഘ, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താ? മേഘ, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 root x. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് എന്ന് വരും. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. ദെൻ ടാൻ 5x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ 5x എന്നാ ബേസിലെ ടാൻ 5x ന്റെ ഡെറിവേറ്റീവ്? 5x ന്റെ അല്ല ഞാൻ ചോദിച്ചത്, ടാൻ 5x ന്റെ. tan 5x tan 5 sec square 5x derivative of x അല്ല, sec square 5x ഡെറിവേറ്റീവ് ഓഫ് 5x. അത് എത്രയാണ് ഡെറിവേറ്റീവ് ഓഫ് 5x? 5 sec square 5x. ഇനി അങ്ങനെ പറയാൻ പറ്റണം. 5 sec square 5x എന്ന് പറയാനായിട്ട് പറ്റണം കേട്ടോ. 5 sec square 5x. നമ്മൾ ഇന്നലെ ഏത് ക്വസ്റ്റ്യൻ എഴുതി നിർത്തിയേക്കണേ? ഏത് പ്രോബ്ലം ചെയ്തേക്കണേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണോ? അടുത്ത 8 ആണോ നോക്കി? ആണോ ജെസ്സിയ? അടുത്ത 8 ആണോ നമുക്ക് ചെയ്യാനുള്ളത്? ശരി, എന്ന് 8ാമത്തെ ചെയ്തോളൂ കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1. ഓരോ ടൈമിന്റെയും ഡെറിവേറ്റീവ് കാണണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 1. Derivative of sin square x plus derivative of cos square y equal to 1. Derivative of 1. എന്താ സാലിമേ ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ്? സൈൻ സ്ക്വയർ എക്സ്
സാലിം. ആ പെട്ടെന്ന് പറയടാ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് നമുക്കറിയാവുന്ന ഏത് ഫോർമുലയുടെ രൂപത്തിൽ അത് കിടക്കണത്? ഏത് ബേസിക് ഫോർമുല ഉപയോഗിക്കും? ഡെറിവേറ്റീവ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ആണ് കിടക്കുന്നത്. sin square into x cos x അല്ല. ഏത് ഫോർമുലയാണ് ഇത് ഉപയോഗിക്കണമെന്ന് ആദ്യം പറ. സൈൻ സ്ക്വയർ എക്സ് എന്നാണ് കിടക്കുന്നത്. സൈൻ സ്ക്വയർ എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. ഏതായിരിക്കും അൽഫാദെ? x square is equal to 2x വെച്ചുള്ള ഇക്വേഷൻ വെച്ച് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x അത് ഉപയോഗിക്കണം. സൈൻ സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സൈൻ എക്സിന്റെ സ്ക്വയർ എന്നാണ്. സൈൻ സ്ക്വയർ എക്സ് സൈൻ എക്സിന്റെ സ്ക്വയർ. ഇത് എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. നിങ്ങൾ അറിയാൻ പാടില്ലാത്തവർ അതൊക്കെ സൈഡിൽ എഴുതി വെച്ചോളണം കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ കിട്ടാൻ പാകത്തിന് കാര്യങ്ങൾ എഴുതി വെച്ചോളണം. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന്റെ മൊത്തത്തിൽ സ്ക്വയർ ആണ്. സൈൻ എക്സിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? പറഞ്ഞേ അൽഫാദെ, കംപ്ലീറ്റ് ചെയ്തേ. 2 sin x ആം into derivative of sin x. ഡെറിവേറ്റീവ് ഓഫ് sin x. സൈൻ എക്സ്. എക്സിന് പകരം സൈൻ എക്സ് ആണ് കേട്ടോ. എക്സിന് പകരം സൈൻ എക്സ്. എക്സ് സ്ക്വയർ ആ രൂപത്തിലാണ് കിടക്കുന്നത്. എക്സ് സ്ക്വയർ. എക്സിന് പകരം ഇവിടെ സൈൻ എക്സ് ആണ്. എക്സിന് പകരം സൈൻ എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ 2 sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് അതുപോലെ തന്നെ ഇത് കോസ് വൈ. കോസ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ കോസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. കോസ് വൈ ദ ഹോൾ സ്ക്വയർ. അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും അൻവറെ? മൈനസ് സൈൻ. നീ ഇവിടെ പറഞ്ഞ കേൾക്കണ്ടോ? അത് നീ എഴുതിയെടുക്കാൻ വേണ്ടിയുള്ള ധൃതി മാത്രമാണോ? എഴുതിയെടുക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണോ നടക്കുന്നത്? ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണ്ടോ? ആദ്യം പറഞ്ഞ ഡെറിവേറ്റീവ് അതുപോലെ തന്നെയല്ലേ സാധനം കിടക്കണത്? 2 sin y 2 sin y എവിടെ നിന്നാണ് നിനക്ക് തന്നെ? ഇവിടെ കോസ് വൈ അല്ലേ? കോസ് വൈയുടെ സ്ക്വയർ. ഇതാണ് എക്സ് സ്ക്വയർ എന്നുള്ള രൂപത്തിൽ കിടക്കുന്നത്. എക്സ് സ്ക്വയർ കോസ് വൈയുടെ സ്ക്വയർ. അപ്പൊ 2 cos d by dx. 2 cos y ഉണ്ടാ. കോസ് എന്ന് മാത്രം ഒരു സാധനം ഇല്ലാന്നേ ഞാൻ നിങ്ങളോട് എത്ര ദിവസമായി പറഞ്ഞിട്ട്. ഈ കോസ് എന്ന് മാത്രം ഒരു സാധനം ഇല്ല. അതിന്റെ കൂടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കണം. 2 cos y d by dx of cos y. cos y. cos y into dy by dx of cos y equal to derivative of 1 0. ഡെറിവേറ്റീവ് ഓഫ് 1 0. നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി വലിയ ധൃതി ഒന്നും പിടിക്കണ്ട കേട്ടോ. കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക. പറഞ്ഞ ആദിൽ മുഹമ്മദേ, ബാക്കി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞേ. എന്തുവരും? പറ. ഡെറിവേറ്റീവ് 2 sin x into d by dx of sin x എത്രയാ? cos x plus 2 cos y into d by dx of cos y minus sin y is equal to 0. അല്ല. dy by dx by dy അല്ല dy by dx is equal to ഇവിടെ എക്സ് അല്ലല്ലോ, വൈ അല്ലേ? കോസ് വൈ. ഇവിടെ എക്സ് ആയിരുന്നപ്പോ തീർന്നതേ. സൈൻ എക്സ്. സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ്. പരിപാടി കഴിഞ്ഞു. ഇവിടെ വൈ ആ നീ. കോസ് വൈ ആണ്. കോസ് വൈ ആയപ്പോൾ മൈനസ് സൈൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. 2 sin x cos x നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എന്താ 2 sin x cos x? എന്താ കൈലാസ? 2 sin x cos x ഇന്നലെ പറഞ്ഞതാണ്. 2 sin x cos x നീ പറഞ്ഞ കേട്ടില്ല കേട്ടോ. 2 sin x cos x എന്താ ജെസിയ? 2 sin x cos x sin 2x. sin 2x. ഇവിടെ മൈനസ് ആയിട്ട് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ആയി. 2 cos y sin y യോ?
എക്സ് മാറിയെന്നുള്ളൂ. 2 cos y sin y sin 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് വരുന്ന ടൈമിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ sin 2x ഈക്വൽ ടു sin 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. Therefore, dy by dx equal to sin 2x by sin 2y എന്ന് കിട്ടും. dy by dx equal to sin 2x by sin 2y. കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. എന്ത് സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളണം. കഴിഞ്ഞവര് അടുത്ത ഹെഡിങ് കൊടുക്കുക കേട്ടോ. അടുത്ത ഹെഡിങ് ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. Derivatives of inverse trigonometric. Derivatives of inverse trigonometric functions. Derivatives of inverse trigonometric functions. എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ പ്രൂഫും നമുക്ക് ആവശ്യമാണ്. ഒന്നാമതായിട്ട് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഞാൻ ചെയ്യാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഈ ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ് ആണോ എക്സ്പ്ലിസിറ്റ് ആണോ? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇത് ഇംപ്ലിസിറ്റ് ആണോ എക്സ്പ്ലിസിറ്റ് ആണോ? ഏതാ ആദിൽ നസിയെ? എക്സ്പ്ലിസിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പൊ എക്സ് മാത്രമല്ലേ ഉള്ളൂ, റൈറ്റ് സൈഡില് y ഇല്ലല്ലോ, എക്സിന്റെ ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ശരി, നമ്മൾ ഇതിനെ മാറ്റി എഴുതും. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇതിനകത്തുനിന്ന് എക്സിനെ എന്തെന്ന് എഴുതാം? x ഈക്വൽ ടു y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാല്, സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻവേഴ്സ് നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ഇവിടെ എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. ഇവിടെ എൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ആവശ്യമായിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ ഇവിടെ ആവശ്യമായിട്ടുള്ളൂ. എന്തുവരും മക്കളെ? ഈ സൈനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ നീ ആർക്കും അറിയാം? സൈൻ ഇൻവേഴ്സ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ത് സംഭവിക്കും? അറിയില്ല ആണോ? y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സ് ഇരിക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സൈൻ ആവും കേട്ടോ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൈൻ y ഈക്വൽ ടു എക്സ് എന്നാണ്. സൈൻ y ഈക്വൽ ടു എക്സ്. ഇപ്പൊ ഉദാഹരണം പറയാം. സൈൻ 30
എത്രയാ സൈൻ 30യുടെ വാല്യൂ? സൈൻ 30 എത്ര വരും ആൾഡ്രനെ? സൈൻ 30 പെട്ടെന്നാവട്രാ. Sin 30 സൈൻ 30 പറഞ്ഞോ ശരിയാ. 1/2. 1/2 സൈൻ 30 ഈക്വൽ ടു 1/t. സോറി 1/2. സൈൻ 30 ഈക്വൽ ടു 1/2 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോ കേട്ടോ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഇൻവേഴ്സ് എന്നാവും. സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു 30 എന്നാണ് അതിന്റെ അർത്ഥം. സൈൻ ഇൻവേഴ്സ് 1/2, അതായത് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു 30. 30 ഡിഗ്രി ആണെങ്കിൽ സൈനിന്റെ വാല്യൂ 1/2 ആണ് കേട്ടോ. ആദ്യം പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ സൈനിന്റെ വാല്യൂ 1/2 ആണ്. രണ്ടാമത് പറഞ്ഞത് സൈനിന്റെ വാല്യൂ 1/2 വരണമെങ്കിൽ ആംഗിൾ എത്രയായിരിക്കണം? സൈനിന്റെ വാല്യൂ 1/2 ആണെങ്കിലത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ സൈനിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എന്നാവും. സൈനിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോയ സൈൻ ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സിനും അത് ഇവിടെ നോക്കി, സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് 1/2 30 ആണ്. അപ്പോൾ ഈ 1/2 ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 1/2 ഈക്വൽ ടു സൈനിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഇൻവേഴ്സ് ആവും, അത് പോവും, സൈൻ 30 എന്നാവും. പറഞ്ഞു മനസ്സിലായോ? സൈനിനെ മറുസൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആവും. സൈനിനെ മറുസൈഡിലേക്ക് ഈക്വൽ ടു സൈനിന്റെ മറുസൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആവും. സൈൻ ഇൻവേഴ്സിനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് സൈൻ ആയിട്ട് മാറും കേട്ടോ. 1-2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. 1-2 കാര്യങ്ങൾ അവിടെ ചാപ്റ്ററിൽ അറിഞ്ഞാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം എത്ര ഓർത്തിരിക്കുക, ഈക്വൽ ടു സൈനിന്റെ മറുസൈഡിലേക്ക് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും. ഡിനോമിനേറ്ററിലേക്ക് ഒന്നല്ല പോണേ കേട്ടോ, മുകളിലേക്ക് തന്നെയാണ് പോണത്. സൈൻ ഇൻവേഴ്സ് ആയിട്ട് മാറും. സൈൻ എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് ആവും. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ സൈനും ആകും. ദെൻ ഇവിടെ ശ്രദ്ധിച്ചപ്പം ഇവിടെ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നായിരുന്നു. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ഞാൻ എടുത്തു. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഈ സൈൻ ഇൻവേഴ്സ് മറുസൈഡിലേക്ക് ചെയ്യുമ്പോൾ സൈൻ ആയി. സൈൻ y ഈക്വൽ ടു എക്സ്. സൈൻ y ഈക്വൽ ടു എക്സ്. ഇനി നമ്മൾ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യും കേട്ടോ. എല്ലാം ഒരുപോലെയാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷിയേറ്റ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ബോത്ത് സൈഡ്സ്, ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡും എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ എന്ത് വരും? d/dx ഓഫ് സൈൻ y ഈക്വൽ ടു d/dx ഓഫ് എക്സ്. ഓക്കെ, രണ്ട് സൈഡും എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്താ ഡെറിവേറ്റീവ് ഓഫ് സൈൻ y? എന്ത് വരും? 5 ഡെറിവേറ്റീവ് ഓഫ് സൈൻ y? cos y dy/dx. ഡെറിവേറ്റീവ് ഓഫ് സൈൻ y ഈക്വൽ ടു cos y ഇൻറ്റു dy/dx. cos y ഇൻറ്റു dy/dx. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഓഫ് ഐസേ 1. നമുക്ക് വേണ്ടത് dy/dx ആട്ടോ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതിയിട്ടുണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. dy/dx ഈക്വൽ ടു 1/cos y. 1/cos y. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടത്, അതായത് dy/dx ആണ് നമുക്ക് കണ്ടത്. dy/dx എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ dy/dx ഈക്വൽ ടു 1/cos y. ഈ ഡെറിവേറ്റീവ് വൈയുടെ ടേമിൽ കിടന്നാൽ പോരാട്ടോ, ഡെറിവേറ്റീവ് എക്സിന്റെ ടേമിൽ കിടക്കണം. അതിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. dy/dx ഈക്വൽ ടു 1/, നമുക്കൊരു ഐഡന്റിറ്റി അറിയാലോ, സൈൻ സ്ക്വയർ y പ്ലസ് കോസ് സ്ക്വയർ y. എത്രയായിരിക്കും സൈൻ സ്ക്വയർ y പ്ലസ് കോസ് സ്ക്വയർ വൈയുടെ വാല്യൂ? എത്ര ആലും മോനെ? സൈൻ സ്ക്വയർ y പ്ലസ് കോസ് സ്ക്വയർ y, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സുഫിൻ അറിയില്ല സർ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഹാഫിസേ 1. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ് കേട്ടോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോസ് സ്ക്വയർ y ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ y എന്നാക്കാം. ഈ സൈൻ സ്ക്വയർ y ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കോസ് സ്ക്വയർ y ഈക്വൽ ടു 1 മൈനസ്, അപ്പോൾ കോസ് y ഈക്വൽ ടു
റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് വരും. കോസ് വൈക്ക് പകരം റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് dy by dx ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഈ സൈൻ വൈ എന്താ ഈ കിടക്കണു സൈൻ വൈ ഈക്വൽ ടു എക്സ് ആണ്. സൈൻ വൈ എക്സ് ആയതുകൊണ്ട് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ഡെറിവേറ്റീവ് ഓഫ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അടുത്തിൽ ഒന്നുകൂടി എഴുതിയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നല്ലോ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതുപോലെ നമുക്ക് 6 കണ്ടുപിടിക്കണം കേട്ടോ. ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. 6 ഇതേ സ്റ്റൈലാണ്, ഒരേ സ്റ്റൈലിലാണ് ചെയ്യണത്. ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ക്വസ്റ്റിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ എക്സിന്റെ ടൈമിലല്ലേ നോക്കിയേ കേട്ടോ. സൈൻ ഇൻവേഴ്സ് എക്സ്, എക്സിന്റെ ടൈമിലാണ് ക്വസ്റ്റ്യൻ. വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെയായിരിക്കണം? എക്സിന്റെ ടൈമിലായിരിക്കണം. കണ്ടോ, ഇവിടെ അവസാനം എക്സിന്റെ ടൈമിലാണ് കണ്ടുപിടിച്ചേക്കണത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് വിട്ടേക്കണേ കേട്ടോ. ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കണത്. ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവും എക്സിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മളിപ്പോ അതെ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര പഠിച്ചേ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ്. ക്വസ്റ്റ്യൻ എക്സിലാണ്, ആൻസറിലും എക്സിലാണ്. എക്സ് റേസ് ടു എന്റെ ഡെറിവേറ്റീവ് എന്താ? n ഇൻറ്റു എക്സ് റേസ് ടു n-1. സൈൻ എക്സിന്റെ എന്താ? കോസ് എക്സ്. എക്സിലാണെങ്കിൽ ആൻസറും എന്തിലായിരിക്കണം? എക്സിലായിരിക്കണം. എക്സിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എക്സിലാണ്. അപ്പൊ നമുക്കിവിടെ സൈൻ ഇൻവേഴ്സ് എക്സ്, ക്വസ്റ്റ്യൻ എക്സിലാണ്, ആൻസറും എക്സിൽ തന്നെ കിട്ടണം കേട്ടോ. സൈൻ ഇൻവേഴ്സ് എക്സ് ചെയ്യാനായിട്ട് ചെയ്തേക്കണ മാർഗം എന്താ നോക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ്, ആദ്യം ഈ സൈൻ ഇൻവേഴ്സിനെ മറു സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ സൈൻ ആയി. സൈൻ വൈ ഈക്വൽ ടു എക്സ്. അതിന്റെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഇത് നിങ്ങൾക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണെന്നും 1 ആണെന്ന് പറയാം. ഡി വൈ ബൈ ഡി എക്സ് 1 ബൈ കോസ് വൈ എന്ന് കിട്ടി. അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഇനിയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ കോസ് വൈ കിട്ടിയിട്ട് പ്രയോജനമില്ല. നമുക്കറിയാവുന്നത് ആരെയാ? സൈൻ വൈ ആണ്. ഈ ക്വസ്റ്റിനകത്ത് നമുക്കറിയാവുന്നത് സൈൻ വൈനെയാണ്. അതുകൊണ്ട് കോസ് വൈ വിട്ടിട്ട് കാര്യമില്ല. സൈൻ വൈ ആണെങ്കിൽ എക്സ് എന്നറിയാം. അതുകൊണ്ട് ആ കോസ് വൈനെ നമ്മൾ സൈൻ വൈയുടെ ടൈമിലേക്ക് മാറ്റി. അതാണ് ചെയ്തിരിക്കുന്നത്. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് വൈ ആയതുകൊണ്ട് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ. സൈൻ വൈക്ക് എക്സ് എന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ചെയ്തേ. ഇതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് കോസ് ഇൻവേഴ്സ് വൈ ചെയ്യണം, കോസ് ഇൻവേഴ്സ് എക്സ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ്. അബുവിനെ കാണാൻ പാടില്ലല്ലോ അബു. യാസീൻ അബു ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. കാണാപ്പാടം പഠിക്കേണ്ട റിസൾട്ട് ആണ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. കഴിഞ്ഞല്ലേ?
രണ്ടാമത്തത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. ആറെണ്ണം ചെയ്യണം കേട്ടോ, 6 നമുക്ക് ചെയ്യണം. Find the derivative of cos inverse x. നമ്മൾ എടുക്കും ലെറ്റ് y ഈക്വൽ ടു cos inverse x. y ഈക്വൽ ടു cos inverse x. y ഈക്വൽ ടു cos inverse x ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിനകത്ത് എന്തെഴുതാം എന്ന്? y ഈക്വൽ ടു cos inverse x ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്തെഴുതും ആഷിഖ് നസ്രെ? Cos y is equal to x. cos y ഈക്വൽ ടു x എന്ന് എഴുതും. cos y ഈക്വൽ ടു x. കോസ് ഇൻവേഴ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. cos y ഈക്വൽ ടു x. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കേട്ടോ. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ d by dx of cos y equal to d by dx of x. ഇങ്ങനെ വരും. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ? എന്താ സാലിമ ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ? Sir, ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ minus sin y Hmm. derivative of y. dy by dx minus sin y into dy by dx minus sin y into dy by dx equal to derivative of x 1. ഇവിടുന്ന് dy by dx കിട്ടിട്ടോ. dy by dx equal to 1 by minus sin y. ആ മൈനസ് ഞാൻ മുകളിൽ കൊടുത്തുട്ടോ. മൈനസ് ഇപ്പൊ എവിടെ കൊടുത്താലും കുഴപ്പമില്ല. മൈനസേ എവിടെ കിടന്നാലും കുഴപ്പമില്ല. അത് താഴെ നിന്ന് മാറ്റി മുകളിൽ കൊടുത്തു. dy by dx equal to minus 1 by sin y. ഇനി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച അതേ നമുക്ക് ഈ സൈൻ വൈ കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഏത് കിട്ടണം? ഇവിടെ അറിയാവുന്നത് കോസ് വൈ ഈക്വൽ ടു എക്സ് എന്ന ഈ ക്വസ്റ്റിനകത്ത്. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് സൈൻ ആയിരുന്നു അറിയായിരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സൈൻ അറിയായിരുന്നു, അന്നേരം താഴെ കോസ് എന്ന് കിട്ടി, നമ്മൾ കോസിനെ സൈനിലേക്ക് മാറ്റി. ഈ പ്രോബ്ലത്തിൽ നമുക്കറിയാവുന്നത് കോസ് ആണ്. ഈ പ്രോബ്ലത്തിൽ കോസ് അറിയാം. അപ്പൊ നമ്മൾ ഈ കിട്ടിയേക്കണ സൈനിനെ കോസ് വൈ ആണ് എക്സ് കേട്ടോ. കോസ് വൈ എക്സ് ആണ്. നമുക്ക് ഈ സൈനിനെ മാറ്റി എഴുതണം. dy by dx ഈക്വൽ ടു മൈനസ് 1 ബൈ സൈൻ വൈക്ക് പകരം എന്തെഴുതാം? സെയിം ഐഡന്റിറ്റി. സൈൻ വൈക്ക് പകരം നമുക്ക് എന്തെഴുതാം ഫാരിസെ? സൈൻ വൈക്ക് വരും. സൈൻ വൈ ഇൻ ടേംസ് ഓഫ് കോസ് വൈ. സൈൻ വൈ ആണ് ഇപ്പൊ നിലവിലുള്ളതിനെ നമ്മൾ കോസ് വൈയുടെ ടൈമിലേക്ക് മാറ്റണം. കോസ് വൈ സൈൻ വൈയുടെ ടൈമിലുള്ള സാധനത്തിനെ കോസ് വൈയുടെ ടൈമിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ? നമുക്ക് തോന്നുമ്പോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂടാ. ചുമ്മാ ഒരു സാധനത്തിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നീ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ ഫാരിസെ? കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ചെയ്തതാലോ. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് ചെയ്ത അതേ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഐഡന്റിറ്റി ഫങ്ഷൻസ് നോക്കിയിട്ട് ഐഡന്റിറ്റി ഉപയോഗിച്ച് പറഞ്ഞണം. അല്ലാണ്ട് ചുമ്മാ അവിടെ മാത്രം നമുക്ക് ഒരു ഭാഗം മാത്രം, ഇപ്പൊ ഒരു ന്യൂമറേറ്റർ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിനോമിനേറ്റർ മാത്രം ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചെയ്യുവാണെങ്കിൽ ആ ഇക്വേഷൻ മുഴുവനാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരിടം മാത്രം പറ്റില്ല, രണ്ടിടം ഡിഫറൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അപ്പൊ dy by dx പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറും. അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ സൈൻ വൈക്ക് വരെ എന്ത് കൊടുക്കാം? പറഞ്ഞ ഫാരിസെ ഐഡന്റിറ്റി ഉപയോഗിച്ച്. കഴിഞ്ഞ അതിനകത്ത് ഉപയോഗിച്ച സൈൻ വൈ തന്നെയാണോ? സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1. അത് തന്നെ സെയിം ഐഡന്റിറ്റി. നമുക്ക് എന്താ സൈൻ വൈ കോസ് വൈയുടെ ടൈമിൽ കിട്ടണം. സൈനും കോസും ഉപയോഗിച്ച് നിനക്ക് വേറെ ഐഡന്റിറ്റി അറിയാമെങ്കിൽ അത് എഴുതാം. സൈൻ ആണ് ഇവിടെ കിട്ടിയേക്കണത്, അതിനെ കോസിന്റെ ടൈമിലേക്ക് മാറ്റണം. എന്തെഴുതും? ഐഡന്റിറ്റി തന്നെ ഉപയോഗിച്ച് പറഞ്ഞേ. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ. root of 1 minus cos square y. Sin y equal to root of 1 minus cos square y. That is minus 1 by root of 1 minus
കോസ് വൈ എക്സ് ആണ് കേട്ടോ, കോസ് വൈ എക്സ് ആണ്, എക്സ് സ്ക്വയർ എന്ന് വരും. y എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -1/√(1 - x²). സെയിം ഐഡന്റിറ്റി ആണ് രണ്ടിനും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞെങ്കിൽ മൂന്നാമത്തെ ചെയ്യാം കേട്ടോ. മൂന്നാമത്തത് ഡെറിവേറ്റീവ് ഓഫ് tan inverse x. Find the derivative of tan inverse x. കഴിഞ്ഞല്ലോ മക്കളെ എല്ലാവരും? Find the derivative of tan inverse x. ഇതുപോലെ തന്നെ തുടങ്ങിക്കോളൂ. അവിടെ ഐഡന്റിറ്റി മാറും കേട്ടോ, അവിടെ ഐഡന്റിറ്റി മാറും. നമുക്ക് നോക്കാം. Derivative of tan inverse x. Let y equal to tan inverse x. y equal to tan inverse x ന്റെ ഡെറിവേറ്റീവ് കാണണം, dy/dx കാണണം. y equal to tan inverse x. y equal to tan inverse x ആണെങ്കിൽ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് both sides with respect to x. Differentiate both sides with respect to x. പറഞ്ഞ ആൾട്ടർനേറ്റ് ഡെറിവേറ്റീവ് സോറി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം കേട്ടോ. അറേഞ്ച് ചെയ്ത് എഴുതില്ല, ഞാൻ വിട്ടുപോയി. തിരിച്ചു എഴുതണം ആദ്യം, എന്നിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് ടാൻ ഇൻവേഴ്സിന്റെ അറിയില്ലല്ലോ, ടാൻ ഇൻവേഴ്സിന്റെ അറിയില്ല. തിരിച്ചെഴുതിയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. തിരിച്ചു പറഞ്ഞേ ടാൻ ആൾട്ടർനെ. Tan y is equal to x. tan y equal to x. ശരി, tan y equal to x. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞേനെ. dy/dx of tan y. d/dx of tan y equal to dy/dx of dy/dx അല്ല കേട്ടോ, d/dx of x. ഞാൻ കേട്ടത് dy/dx ആണ് പറഞ്ഞത്, y ഇല്ല, d/dx ആണ് ഡെറിവേറ്റീവ്. d/dx of അവിടെ എന്നാ വിളിച്ച് കൊടുക്കുക, d/dx of tan y, d/dx of x. എന്താ ഡെറിവേറ്റീവ് ഓഫ് tan y? sec² tan y. tan y യുടെ ഡെറിവേറ്റീവ് Derivative of sec² tan y. അതെങ്ങനെയാടാ, അതെങ്ങനെയാ കിട്ടണേ? tan x ന്റെ ഡെറിവേറ്റീവ് എന്നാ? sec² എന്നുള്ളൂ. ആ, tan x ന്റെ sec² x. അപ്പൊ tan y യുടെ എന്താ? sec² tan y. sec² tan y. അതെങ്ങനെ കിട്ടിയെന്നൊന്ന് പറഞ്ഞു തന്നെടാ ആൾട്ടർനെ. tan x ന്റെ sec² x ആണ്. ഒരു ബോധമില്ലാണ്ടാ പോണെന്ന് എനിക്ക് സംശയം. tan x ന്റെ sec² x. tan y യുടെ എന്ത് വരും? sec² tan y യോ? ഇവിടെ x ന് പകരം tan y എന്നാണ് ഇവിടെ കിടക്കുന്നത്. Derivative of x ന് പകരം tan y ആണോ? അല്ല, ആ, അപ്പൊ എന്നാ വന്നത്? sec² ആ by ആ derivative of ആ dy/dx of y. ആ d/dx of y. sec² y into dy/dx ആണ് കേട്ടോ. sec² y into dy/dx equal to derivative of x1 വരും. അപ്പൊ ഇവിടുന്ന് dy/dx equal to 1/sec² y എന്ന് വരും. dy/dx equal to 1/sec² y. ശ്രദ്ധിക്കാട്ടോ, കഴിഞ്ഞിട്ട് എഴുതാം. ശ്രദ്ധിച്ചേ, dy/dx 1/sec² y ആണ്. നമുക്കിനി എന്നാ ചെയ്യേണ്ടത്? നമുക്കിവിടെ അറിയാവുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ അറിയാവുന്നത് tan y equal to x എന്നാണ്. അപ്പൊ ഈ sec² y നെ tan y ലേക്ക് കണക്ട് ചെയ്യണം, ആ ഐഡന്റിറ്റി പറയണം. ഇവിടെ താഴെ sec² y ആണ്. ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. കണ്ടോ,
ഇവിടെ സീക്ക് സ്ക്വയർ വൈ ആണ് താഴെ വന്നേക്കണത്. ഈ സീക്ക് സ്ക്വയർ വൈനെ നമുക്ക് എന്താണ് അറിയാവുന്നത്? ടാൻ വൈ ആണ് അറിയാവുന്നത്. അതിലേക്ക് കണക്ട് ചെയ്യണം. എങ്ങനെ കണക്ട് ചെയ്യാം സീക്ക് സ്ക്വയർ വൈനെ ടാൻ വൈയിലേക്ക്? dy by dx ഈക്വൽ ടു 1 ബൈ സീക്ക് സ്ക്വയർ വൈയും ടാൻ വൈയും. സീക്ക് സ്ക്വയറും ടാനും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താ അത്? സീക്ക് സ്ക്വയറും ടാനും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഐഡന്റിറ്റി, സീക്കും ടാനും കണക്ട് ചെയ്ത ഐഡന്റിറ്റി. എന്താ ജെസിയ? സാർ അറിയില്ല. 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ ആണ് സീക്ക് സ്ക്വയർ വൈ. 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു സീക്ക് സ്ക്വയർ വൈ എന്നാണ് ഐഡന്റിറ്റി കേട്ടോ. കഴിഞ്ഞ വർഷം പഠിക്കുന്ന ഐഡന്റിറ്റി ഇതൊക്കെ. 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു സീക്ക് സ്ക്വയർ വൈ. അപ്പോൾ സീക്ക് സ്ക്വയർ വൈക്ക് പകരം നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് കൊടുക്കാം. സീക്ക് സ്ക്വയർ വൈക്ക് പകരം 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. That is 1 by 1 plus tan y x ആണ് x square. Derivative of y എന്ന് പറഞ്ഞാൽ tan inverse x. Derivative of tan inverse x equal to 1 by 1 plus x square എന്ന് കിട്ടും. y tan inverse x ആണ്, tan y x ആണ്. Derivative of tan inverse x equal to 1 by 1 plus x square. കഴിഞ്ഞിട്ട് അടുത്തത് താനല്ലേ ഇപ്പൊ ചെയ്തത്? കോട്ടിന്റെ ചെയ്തോട്ടോ. കോട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ് എക്സ് ചെയ്തേ. ഇതുപോലെ തന്നെ കേട്ടോ. നാലാമത്തത് y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്. y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആയപ്പോൾ കോട്ട് y ഈക്വൽ ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് y ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എന്താ ഡെറിവേറ്റീവ് ഓഫ് കോട്ട് y? എന്താ മുഹമ്മദ് സുഹൈലെ ഡെറിവേറ്റീവ് ഓഫ് കോട്ട് y? cosec square y d by dxy. കൊസീക് സ്ക്വയർ y അത്ര അല്ലോടെ ഉള്ളൂ. നീ പറഞ്ഞതിനകത്ത് ഇച്ചിരി കാര്യം വിട്ടുപോയിട്ടുണ്ട്. കൊസീക് സ്ക്വയർ y dy by dx. ഒരു ചെറിയ കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് കോട്ട്. Derivative of cot dy by dx അത്രയല്ലേ ഉള്ളൂ സാർ. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഈക്വൽ ടു, ഞാൻ പറഞ്ഞല്ലോ കോയി തുടങ്ങുവാണെങ്കിൽ ഡെറിവേറ്റീവ് എങ്ങനെയാ വരുന്നത്? കോയി തുടങ്ങുവാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. മൈനസ് കൊസീക് സ്ക്വയർ y dy by dx ഈക്വൽ ടു 1. ഇതിനകത്ത് dy by dx ഈക്വൽ ടു 1 by
കൊസീക് സ്ക്വയർ വൈ മൈനസ് ഞാൻ മോളിൽ കൊടുത്തു കേട്ടോ, മൈനസ് മോളിൽ കൊടുത്തു, -1 കൊസീക് സ്ക്വയർ വൈ എന്നായി. ഇനി ഇതുപോലെ തന്നെ ഇപ്പൊ ടാനിന്റെ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണം. dy/dx ഈക്വൽ ടു -1 കൊസീക് സ്ക്വയർ വൈ ഈക്വൽ ടു എന്താ ഐഡന്റിറ്റി? കൊസീക് സ്ക്വയർ വൈ, കൊസീക്കും കോട്ടും നമുക്കിവിടെ അറിയാവുന്നത് കോട്ടാണ് അല്ലെ. നമുക്കിവിടെ അറിയാവുന്ന ഈ രണ്ട് കാര്യങ്ങളാണോ. y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്, y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സും കോട്ട് y ഈക്വൽ ടു എക്സുമാണ്. y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്, കോട്ട് y ഈക്വൽ ടു എക്സ്. അപ്പോൾ കോട്ട് വൈയിലേക്ക് കണക്ട് ചെയ്യണം. കൊസീക് സ്ക്വയർ വൈനെ കോട്ട് വൈയിലേക്ക് കണക്ട് ചെയ്യണം. കൊസീക് സ്ക്വയർ വൈ ഈക്വൽ ടു എന്താണ് ആദിൽ നസീഹെ? 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ ആണ്. 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ ആണ്. കൊസീക് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ ആണ് കേട്ടോ. കൊസീക് സ്ക്വയർ വൈ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ വൈ. ദാറ്റ് ഈസ് d/dx ഓഫ് y എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ്, y ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -1/1 പ്ലസ് കോട്ട് y എക്സ് ആണ്, എക്സ് സ്ക്വയർ. -1/1 പ്ലസ് എക്സ് സ്ക്വയർ. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഒന്ന് പറഞ്ഞ അൻവറേ. എന്നടാ അല്ല മറ്റേ നീ പറഞ്ഞോ, ഞാൻ എഴുതിക്കോളാം. എന്താ എടുക്കണ്ടേ ആദ്യം? ലെറ്റ് അത് ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് സീക്ക് ഈസ് ഈക്വൽ ടു 1 എന്നല്ലേ? ഡെറിവേറ്റീവ് സീക്ക് ഈക്വൽ ടു ക്വസ്റ്റ്യൻ തന്നെ ക്ലിയർ ആവുന്നില്ല എഴുതിയേക്കണം. എടാ നമ്മൾ ഇതിനു മുമ്പ് ഇപ്പൊ ചെയ്തോണ്ടിരുന്ന എന്നൊക്കെയായിരുന്നു ചെയ്തത്. ആ മറ്റേ ഡെറിവേറ്റീവ് ഓഫ് മറ്റേ ഏതൊക്കെയാ കണ്ടേ? കോട്ടിന്റെയും പിന്നെ സൈനിന്റെയും കോസിന്റെയും. സൈൻ അല്ലല്ലോ, സൈനും കോസും ഒന്നും അല്ലല്ലോ നമ്മൾ കണ്ടത്. കോസ് ഇൻവേഴ്സിന്റെ കോസ് ഇൻവേഴ്സും ഉണ്ട്, പിന്നെ സൈൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും. ടാൻ ഇൻവേഴ്സും നാലെണ്ണം കണ്ടില്ലേ? കോട്ട് ഇൻവേഴ്സും. പിന്നെ ഏതാ കാണാനല്ലേ? ഇനി ഏതൊക്കെയാ കാണാനല്ലേ? എന്നതാ? സീക്ക് ഇൻവേഴ്സ്. അതാണ് എഴുതിയേക്കണേ കേട്ടോ. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാണ് എഴുതിയേക്കണത്. പറഞ്ഞോ. y ഈക്വൽ ടു സീക്ക് സീക്ക് എക്സ്. നീ എങ്ങനെയാ സീക്ക് ഇൻവേഴ്സ് എക്സിന് സീക്ക് എക്സ് എഴുതിയത്? അത് അടുത്ത സ്റ്റെപ്പ് അല്ലേടാ. y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്, y ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സീക്ക് y ഈക്വൽ ടു എക്സ്. ഇനി എന്ത് ചെയ്യണം? ശരി. d/dx ഓഫ് സീക്ക് y ഈക്വൽ ടു d/dx ഓഫ് എക്സ്. എന്താ സീക്ക് വൈയുടെ ഡെറിവേറ്റീവ്? സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് y ആവുമ്പോഴോ? വെരി ഗുഡ്. സീക്ക് y ടാൻ y dy/dx
dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് x1. ഇവിടെ നിന്ന് dy by dx ഈക്വൽ ടു 1 by sec y tan y now. 1 by sec y tan. അതിനകത്ത് നമുക്ക് sec y അറിയാം കേട്ടോ. sec y ഈക്വൽ ടു x എന്ന് അറിയാം. sec y യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം. tan y ആണ് അറിയില്ലാത്തുള്ളൂ. ഇവിടെ നമുക്ക് sec y അറിയാം ഉണ്ടോ? sec y അറിയാം. sec y ഈക്വൽ ടു x ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു ഞാൻ ചെയ്യാൻ കണ്ടിരിക്കുക കേട്ടോ. dy by dx ഈക്വൽ ടു 1 by sec y അറിയാവുന്നതുകൊണ്ട് ആ sec y അതുപോലെ തന്നെ കിടക്കട്ടെ. sec y x ആണെന്ന് നമുക്കറിയാം. tan y അറിയില്ല. ടാനും സീക്കും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡന്റിറ്റി. ടാനിനെ അപ്പൊ എങ്ങോട്ട് മാറ്റണം? നമുക്കറിയാവുന്നത് sec y ആണ്. sec y x ആണെന്ന് അറിയാം. ഇവിടെ sec y ഉണ്ട്, അതൊക്കെ. ഈ ടാൻ വൈനെ സീക്കിലേക്ക് മാറ്റണം. ടാനിലേക്ക് സീക്കിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു തന്നെ നമ്മൾ ഐഡന്റിറ്റി എഴുതിയിട്ടുണ്ട്. ടാനിനെ സീക്കിലേക്ക് മാറ്റി ഒന്ന് പറഞ്ഞു തന്നെ. ഐഡന്റിറ്റി ഇപ്പൊ നിങ്ങളുടെ ബുക്കിലുണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് ഞാൻ പറയാനുള്ള, നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചോ. ടാനും സീക്കും കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ടാനിനെ സീക്കിലേക്ക് മാറ്റി പറയണം. എന്താ ഷജാഫെ? കേക്കാൻ പാടില്ലോടാ. അറിയില്ല. എടാ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ സാധനം ബുക്കിൽ, നിന്റെ ബുക്കിൽ ഇപ്പൊ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചേക്കണതാ. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് കാര്യം ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ എങ്ങനെ മനസ്സിലാക്കണേ? അപ്പൊ ആദ്യം ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു, ഞാനത് എഴുതി തന്നു. അത് ഞാൻ മനസ്സിലാക്കണോ? കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. ഐഡന്റിറ്റി പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടില്ല, ഞാനത് എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ നീ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനെ ഷജാഫെ കാലത്ത് ഇവിടെ ഇരിക്കുന്നത്? 1 പ്ലസ് അല്ല, 1 പ്ലസ് ടാൻ വൈയോ? എന്താ അമൻ മുഹമ്മദേ? 1 minus sec square y ആണോ? 1 മൈനസ് sec square y. sec square y. അതെന്നതാ 1 മൈനസ് sec square y? tan square y. tan square y. നമുക്ക് ഇവിടെ വേണ്ടത് tan square y അല്ലല്ലോ, tan y അല്ലേ? ഇവിടെ ലാസ്റ്റ് tan y എന്നല്ലേ ഞാൻ എഴുതിയേക്കണേ, tan square എന്നല്ലല്ലോ. അല്ല. ആ tan y അപ്പൊ എത്ര വരും? root of 1 minus sec square y. റൂട്ട് ഓഫ് 1 മൈനസ് sec square y. tan y എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് sec square y ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ sec y ക്ക് x, 1 ബൈ x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് x സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു d ബൈ dx ഓഫ് y എന്ന് പറഞ്ഞാൽ sec ഇൻവേഴ്സ് x. ഡെറിവേറ്റീവ് ഓഫ് sec ഇൻവേഴ്സ് x ഈക്വൽ ടു 1 ബൈ x into 1 by x into root of 1 minus x square. 1 by x into root of 1 minus x square. ഒറ്റ സെക്കൻഡ് തെറ്റിപ്പോയിട്ടുണ്ടല്ലോ. ഐഡന്റിറ്റി പറഞ്ഞതിനകത്ത് ഷജാഫെ ഐഡന്റിറ്റി ഒന്നുകൂടെ പറഞ്ഞേ. ഐഡന്റിറ്റി ഒന്നുകൂടെ പറഞ്ഞടാ. എന്തായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി? നീ പറഞ്ഞ ഐഡന്റിറ്റി തെറ്റിച്ചു. ഐഡന്റിറ്റി എന്തായിരുന്നു? അമൻ ഐഡന്റിറ്റി ഒന്നുകൂടെ പറഞ്ഞേ. tan y ഈക്വൽ ടു എന്താ പറഞ്ഞേ? root of 1 plus tan square y. ഞാൻ ഐഡന്റിറ്റി പറഞ്ഞു തന്നേക്കണമെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു തന്ന ഐഡന്റിറ്റി ഒന്ന് പറഞ്ഞു തന്നെ. 1 plus tan square y is equal to sec square y. 1 plus tan square y equal to sec square y. Second, 1 plus tan square y equal to sec square y. ശരി. ഇതിനകത്ത് tan y എങ്ങനെയാണ് ഷജാഫെ കണ്ടുപിടിക്കണത്? നീ പറയുകയും ചെയ്തു, ഞാൻ ശ്രദ്ധിക്കാണ്ട് എഴുതുകയും ചെയ്തു. ഇതുവരെ തെറ്റിക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. ഓരോ സാധനം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റണവരെ നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് എങ്ങനെയാ കണ്ടുപിടിക്കണേ? tan y കാണുന്നത് എങ്ങനെയാടാ? tan y
അപ്പുറത്തേക്ക് എടുക്കണം ടാൻ വൈ അപ്പുറത്തേക്ക് എടുക്കുമ്പോ മൈനസ് ടാൻ ആവില്ലടാ. ഞാനല്ല പറഞ്ഞു. അമൻ Sir, ആ minus tan y ആവും. എടാ ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ ഇന്ന് ടാൻ സ്ക്വയർ വൈ എങ്ങനെ കണ്ടുപിടിക്കും? 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ അറിയാം, ടാൻ സ്ക്വയർ വൈ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോ 1 ഇപ്പുറത്തേട്ട് ഇടണം. അപ്പൊ എങ്ങനെ കിട്ടുന്നു പറഞ്ഞു? ഇപ്പുറത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോ 1 മൈനസ് സീക്ക് സ്ക്വയർ വൈ അല്ലേ, ടാൻ സ്ക്വയർ വൈ. നിന്റെ കുഴപ്പമല്ലടാ. അപ്പൊ 1 മൈനസ് സീക്ക് സ്ക്വയർ വൈ ടാൻ സ്ക്വയർ വൈ ആവും അല്ലേ? എങ്ങനെ സാധിക്കണോടാ ഇതൊക്കെ? എന്താ ആദിൽ മുഹമ്മദേ? ഇതിനകത്ത് ടാൻ സ്ക്വയർ വൈ എന്ത് വരും? സ്ക്വയർ വൈ മൈനസ് 1. സീക്ക് സ്ക്വയർ വൈ ഈ 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. സീക്ക് സ്ക്വയർ വൈ മൈനസ് 1. ടാൻ സ്ക്വയർ വൈ ഈക്വൽ ടു സീക്ക് സ്ക്വയർ വൈ മൈനസ് 1. അപ്പോൾ ടാൻ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1 ആണ്. റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1. റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1. റൂട്ട് ഓഫ് സീക്ക് സ്ക്വയർ വൈ മൈനസ് 1 വരും. അപ്പോൾ 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. 1 ബൈ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്. നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടും കേട്ടോ മക്കളെ, നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടും. കാരണം ഒരു ടൈം ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കൊണ്ടുപോകണവരെ തെറ്റിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? Derivative of sec inverse x 1 by x into root of x square minus 1. ലാസ്റ്റ് ചെയ്തോ, അവസാനത്തേത് ഡെറിവേറ്റീവ് ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ഒരെണ്ണം തെറ്റാണ്ട് ചെയ്യുക, അവസാനത്തേതാണ് ഡെറിവേറ്റീവ് ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ്. y equal to cosec inverse x. എന്ത് വരും നിഹാലെ? എങ്ങനെ ചെയ്യാം? Cosec y is equal to x. Cosec y equal to x. ശരി. ഇനി Derivative of cosec y is equal to derivative of x. ഡെറിവേറ്റീവ് ഓഫ് cosec y equal to ഡെറിവേറ്റീവ് ഓഫ് x. ശരി. ഡെറിവേറ്റീവ് ഓഫ് cosec y നെഗറ്റീവ് cosec y cot y d by dx. ശരി. നെഗറ്റീവ് cosec y cot y dy by dx equal to 1. മ്യൂട്ട് ചെയ്തോടാ. dy by dx equal to ഈ മൈനസ് ഞാൻ മുകളിൽ എഴുതുന്നു കേട്ടോ. മൈനസ് 1 ബൈ cosec y cot y. നമുക്കിവിടെ cosec y അറിയാം കേട്ടോ. cosec y x ആണെന്ന് അറിയാം. ഈ cosec y നെ ഒന്നും ചെയ്യണ്ട, cot y നെ മാറ്റണം.
dy by dx ഈക്വൽ ടു -1 കൊസീക് y അവിടെ കിടക്കട്ടെ. ഈ കൂട്ട് വൈനെ മാറ്റി എഴുതണം. അതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു ഐഡന്റിറ്റി? കൊസീക്കും കൂട്ടും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഐഡന്റിറ്റി പറയണം. കൊസീക്ക് നമുക്ക് അവിടെ അറിയാം, കൂട്ടിനെ കൊസീക്കിലേക്ക് മാറ്റണം. കൂട്ടിനെ കൊസീക്കിലേക്ക് മാറ്റണം. കാരണം കൊസീക്ക് വൈ എക്സ് ആണ്. ഇവിടെ കൂട്ട് വൈ അറിയില്ല. കൂട്ട് വൈനെ കൊസീക്കിലേക്ക് മാറ്റാനായിട്ട് രണ്ടു കಡೆ കണക്ട് ചെയ്തുള്ള ഐഡന്റിറ്റി എന്തായിരുന്നു ആഷിഖ് നസ്രെ? Cosec square y is equal to 1 plus cot square y. അല്ല, സീക്കും ടാനും കണക്ട് ചെയ്ത ഐഡന്റിറ്റി. സീക്കും ടാനും തമ്മിലാണ് ഐഡന്റിറ്റി, നമ്മൾ മുമ്പിൽ ഉപയോഗിച്ചു. ഇവിടുത്തെ ഐഡന്റിറ്റി സീക്കും ടാനും അല്ല, കോട്ടാണ്. കോട്ടിനെ കൊസീക്കിലേക്കാണ് മാറ്റേണ്ടത്. കോട്ടും കൊസീക്കും കണക്ട് ചെയ്തുകൊണ്ട് ഐഡന്റിറ്റി ഉണ്ട്. Cosec square y is equal to 1 plus cot square y. 1 plus cot square y ഈക്വൽ ടു കൊസീക് സ്ക്വയർ വൈ. 1 plus cot square y ഈക്വൽ ടു കൊസീക് സ്ക്വയർ വൈ ആണെങ്കിൽ കോട്ട് സ്ക്വയർ വൈ എന്ത് വരും? Cosec square y minus 1. കൊസീക് സ്ക്വയർ വൈ -1 റൂട്ട് ഓഫ്, നമുക്ക് കോട്ട് വൈ ഉള്ളൂ കേട്ടോ. കോട്ട് വൈ ആയപ്പോൾ റൂട്ട് എടുക്കാം. റൂട്ട് ഓഫ് കൊസീക് സ്ക്വയർ വൈ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു -1 കൊസീക് വൈ എക്സ് ആണ്. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ -1. -1 x into root of x square -1. Derivative of cosec inverse x. ആറ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കണ്ടുപിടിച്ചു കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് 6 ഉണ്ട്. 6 ഡെറിവേറ്റീവ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി താഴെ ആ 6 ഒരുമിച്ച് എഴുതി വെച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചേ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്, ആ 6 അടുപ്പിച്ച് എഴുതി വെച്ചു കേട്ടോ. 6 ഫോർമുല അടുപ്പിച്ച് എഴുതി ഒരു ബോക്സിലാക്കി വെച്ചേ. ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. രണ്ടെണ്ണം വീതം ഒരുപോലെയാ വരുന്നത് കേട്ടോ. അത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/√1 - x square. ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സോ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ 1/√1 - x square ആണ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ -1/√1 - x square. ഒരു മൈനസിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ 1/√1 - x square ആണ്. കോസ് ഇൻവേഴ്സ് എക്സ് ആയപ്പോൾ -1/√1 - x square ആയി. ഒന്ന് പോസിറ്റീവ് ആണ്, അടുത്ത നെഗറ്റീവ് ആണ്. ആ ഒരു വ്യത്യാസമുള്ളൂ. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. എന്താ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്? 1/1 + x square. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. എന്താ കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ അമീന? കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 1 + x square -1 by 1 + x square. -1/1 + x square. അവ തമ്മിൽ ഒരു മൈനസിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്. 1/x into root of x square -1. 1/x into root of x square -1. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ്. -1/x into root of x square -1.
സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സിന്റെയും സെയിം ആണ്, ഒരു മൈനസിന്റെ വ്യത്യാസമുള്ളൂ. 1/√(1 - x²) സൈൻ ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് ആയപ്പോൾ ഒരു മൈനസോടെ വന്നു. അതുപോലെ ടാനും കോട്ടും സെയിം ആട്ടോ, 1/1 + x². കോട്ടായപ്പോൾ ഒരു മൈനസോടെ വന്നു. സീക്കും കൊസീക്കും സെയിം ആണ്. സീക്ക് 1/(x√(x²) - 1. കൊസീക്ക് ആയപ്പോൾ -1/(x√(x²) - 1. അപ്പോൾ ആ കോയി തുടങ്ങുന്നതൊക്കെ ഇവിടെ നെഗറ്റീവ് ആട്ടോ. അല്ലെ നോക്കിയേ, കോയി തുടങ്ങുന്നത് 3ഉം നെഗറ്റീവാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സൈനും കോസും ഒന്നാ, ടാനും കോട്ടും ഒന്നാ, സീക്കും കൊസീക്കും ഒന്ന് തന്നെയാണ്. ഇനി ആ കോയിൽ തുടങ്ങുന്നത് കോസ്, കൊസീക്ക്, കോട്ട്, അതൊക്കെ നെഗറ്റീവ് വരും. അത് 3ഉം നെഗറ്റീവ് വരും. ഓക്കെ. ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ അതിലും എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറൊരു മാർഗമുണ്ട്. അതിന് എളുപ്പത്തിൽ ചെയ്യണമെങ്കിലും ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളും കാര്യങ്ങളും അറിയാതിരിക്കണം കേട്ടോ. ട്രിഗണോമെട്രിയിൽ കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്ന റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാതിരിക്കണം. അത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു പോണത്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, അതിനകത്ത് വേണ്ട കുറച്ച് റിസൾട്ടുകൾ എഴുതി വെക്കണം. റിസൾട്ട്സ് എഴുതിയിട്ട് താഴെ എഴുതിക്കോ, റിസൾട്ട്സ്. നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. റിസൾട്ട്സ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ട്രിഗണോമെട്രിയുടെ കഴിഞ്ഞ വർഷം പഠിച്ച റിസൾട്ട് ആണ്. ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ടെല്ലാം ഓർത്തിരിക്കുന്നുണ്ടാവും ഏതായാലും. ട്രിഗണോമെട്രി ഒക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതാ. ഫസ്റ്റ് ഇയർ പരീക്ഷ കഴിഞ്ഞ് ഉപേക്ഷിക്കേണ്ട സാധനമല്ല ട്രിഗണോമെട്രി. റിസൾട്ട്സ് എഴുതിയിട്ട് നമ്പർ ഇട്ട് എഴുതിക്കോട്ടോ. 1 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ cos 2x. cos 2xന്റെ വാല്യൂ in terms of x. cos 2x in terms of x. ആര് പറയും? എന്താ എൽവിനെ cos 2x equal to? ഓർക്കണല്ല. ഓർമ്മയുള്ളവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. എഴുതിക്കോ, cos square x minus sin square x. cos 2x equal to cos square x minus sin square x. This is equal to 2 cos square x minus 1. പല ഫോർമുല ഉണ്ട് കേട്ടോ. 2 cos square x minus 1 അല്ലെങ്കിൽ 1 minus 2 sin square x അല്ലെങ്കിൽ 1 minus tan square x by 1 plus tan square x. ടാൻ്റെ ടൈമിൽ 1 minus tan square x by 1 plus tan square x. cos 2x equal to cos 2x. cos 2xനെ എക്സിന്റെ ടൈമിൽ വരുന്ന ഫോർമുലയാണ്, ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നതാണ്. cos 2x equal to cos square x minus sin square x. പല ഫോർമുല ഉണ്ട് കേട്ടോ. നമുക്ക് പ്രോബ്ലത്തിനകത്ത് ഏതാണോ ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതെല്ലാം വരുമെന്നല്ല ഞാൻ പറയണത്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഏതാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ തീരുമാനിക്കേണ്ടത് വരും. അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഫോർമുല പഠിക്കുക. cos 2x equal to cos square x minus sin square x അല്ലെങ്കിൽ 2 cos square x minus 1, 1 minus 2 sin square x അല്ലെങ്കിൽ 1 minus tan square x by 1 plus tan square x. ടാനിന്റെ ആണ് കൂടുതലായിട്ടും വരാറ്. അതുപോലെ sin 2x ആണെങ്കിലോ ഈ cos 2x മാറിയിട്ട് sin 2x വന്നാല് നമ്മൾ ഇന്നും കൂടെ ഉപയോഗിച്ച sin 2xന്റെ ഒരു ഫോർമുല. sin 2x ഇന്നും കൂടെ ഒരു ഫോർമുല ഉപയോഗിച്ചാണ്. ആര് പറയും sin 2x equal to? 2 sin x cos x. 2 sin x cos x. sin 2x equal to 2 sin x cos x. Then വേറെ ഒരെണ്ണം 2 tan x by 1 plus tan square x.
2 tan x by 1 plus tan square x. Sin 2x equal to 2 tan x by 1 plus tan square x. 2 sin x cos x 2 tan x by 1 plus tan square x. മൂന്നാമത്തത് tan 2x in terms of tan പറഞ്ഞാൽ മതി കേട്ടോ. tan 2x equal to എന്തായിരിക്കും tan 2x in terms of tan? ഇവിടുത്തെ ടാനിലുള്ള ഫോർമുല ഉപയോഗിച്ച് പറയാം. tan 2x എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എന്താ ജെസ്സിയ tan 2x എന്ന് പറഞ്ഞാൽ? 2 tan x divided by 1 minus tan square x. 2 tan x by 1 minus tan square x. എങ്ങനെ കിട്ടി? അത് അവിടെ മൈനസ് അങ്ങനെ ഓർത്തത് കഴിഞ്ഞ വർഷം. സൈൻ എക്സിന്റെ അടിയില് 1 plus tan square x അല്ലേ? അപ്പൊ ടാൻ ആവുമ്പോ 1 മൈനസ് ആകും. മനസ്സിലാവും. അതായത് sin 2x by cos 2x ആണ് കേട്ടോ. tan 2x എന്ന് പറഞ്ഞാൽ ഈ sin 2x രണ്ടാമത്തേനെ ഒന്നാമത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ രണ്ടാമത്തേത് ദിസ് ഡിവൈഡഡ് ബൈ അപ്പൊ അതിനകത്ത് ഡിനോമിനേറ്റർ കട്ടായി പോകും. 2 tan x by 1 minus tan square x ആവും. എന്തോ ആട്ടെ, എങ്ങനെയെങ്കിലും ആട്ടെ, കാണാപ്പടം പഠിച്ചോ. tan 2x equal to 2 tan x by 1 minus tan square x. അതൊന്നും ഇനിയിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല, ഇതൊക്കെ കാണാപ്പടം പഠിച്ചോളണം. Then അടുത്തത് sin 3x. sin 3x equal to എന്താ sin 3x? എന്താ ഫൈസെ sin 3x ന്റെ ഫോർമുല? അറിയില്ല. എന്താ അൽഫാദെ sin 3x? sin 3x equal to 3 sin x. sin 3x equal to 3 sin x minus 4 sin cube x. cos 3x equal to 4 cos cube x minus 3 cos x. tan 3x equal to 3 tan x minus tan cube x by 3 tan x minus tan cube x by 1 minus 3 tan square x. tan 3x equal to 3 tan x minus tan cube x by 1 minus 3 tan square x. തൽക്കാലം ഇത്ര നിൽക്കട്ടെ കേട്ടോ. ഇനി ഏതെങ്കിലും ഫോർമുല ആവശ്യമായിട്ട് വരുവാണെങ്കിൽ അന്നേരം പറഞ്ഞോളാം. ഏതെങ്കിലും ഫോർമുല ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. ഇത്ര ഫോർമുല അവിടെ കിടക്കട്ടെ. ഞാൻ തിരിച്ച് എക്സസൈസിലേക്ക് തന്നെ വരുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചു. ഞാൻ കുറച്ച് റിസൾട്ടുകളും പറഞ്ഞു. നമ്മൾ ആ ചെയ്തുകൊണ്ടിരുന്ന എക്സസൈസിനകത്ത് 8 ക്വസ്റ്റ്യൻ ഒറ്റയാണ് ചെയ്ത് നിർത്തിയേണ്ടത്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട, കണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഒന്നും എഴുതണ്ട, കണ്ടിരുന്നു കൊടുക്കാം. ഞാൻ ചെയ്തോളാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ഡെറിവേറ്റീവ് കാണാനാട്ടോ. ഡെറിവേറ്റീവ് കാണാനാണ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. ക്വസ്റ്റ്യൻ ഇതാണ്. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. ഓക്കെ, ഇത് ചെയ്യണുണ്ടല്ലോ മക്കളെ. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ഫോർമുലകൾ വെച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ അതൊരു ലെങ്തി പ്രോസസ് ആയിരിക്കും കേട്ടോ. അത് ലെങ്തി പ്രോസസ് ആണ്. ഞാൻ അതുകൊണ്ട് അത് പറയണില്ല, നിങ്ങൾ അത് വെച്ച് ചെയ്യുകയില്ല. അത് ലെങ്തി പ്രോസസ് ആണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗണോമെട്രിയുടെ ഒരു റിസൾട്ട് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ട്രിഗണോമെട്രിയുടെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പഠിപ്പിച്ചിട്ടില്ല, നമ്മളിവിടെ എടുത്തിട്ടില്ല ട്രിഗണോമെട്രി. എന്നാലും ഞാൻ പറയാം. റിസൾട്ട് ഇതാണ്, ഇവിടെ എഴുതി വയ്ക്കാം. സൈൻ
എക്സ് വന്നാൽ അതിന്റെ ആൻസർ എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ആണ്. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ആണെങ്കിൽ അതിന്റെ ആൻസർ എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സിന്റെ ആൻസർ എക്സ് ആണ്. അതായത് ടാൻ ഇൻവേഴ്സ് ഇവിടെ സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി പോകും. സൈൻ ഇൻവേഴ്സും സൈനും കട്ടായിട്ട് എക്സ് കിട്ടും. കോസ് ഇൻവേഴ്സും കോസും കട്ടാവും. ടാൻ ഇൻവേഴ്സും ടാനും കട്ടാവും. അതുപോലെ എല്ലാം കട്ടായി പോകും കേട്ടോ. എല്ലാം കട്ടായി പോകും. എല്ലാം കട്ടായി പോയിട്ട് നമുക്ക് എക്സ് എന്ന ആൻസർ കിട്ടും. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആയി പോകും. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ആണെങ്കിൽ എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എക്സ് ആണ്. അതുപോലെ തന്നെ കൊസീക് ഇൻവേഴ്സ് ഓഫ് കൊസീക് എക്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ് എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് എക്സ് ആണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ ഇൻവേഴ്സും ആ സെയിം ഫംഗ്ഷൻ വന്നാൽ സെയിം ആയിരിക്കും കേട്ടോ. സൈൻ ഇൻവേഴ്സും കോസും വന്നിട്ട് കാര്യമില്ല. സൈൻ ഇൻവേഴ്സിന്റെ കൂടെ സൈൻ വന്നം. സൈൻ ഇൻവേഴ്സിന്റെ കൂടെ സൈൻ വന്നാൽ കട്ടായി പോകും. ടാൻ ഇൻവേഴ്സിന്റെ കൂടെ ടാൻ വന്നാൽ കട്ടായി പോകും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യണേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എന്നല്ലേ കിടക്കുന്നത്. ഈ ക്വസ്റ്റ്യനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ പിന്നെ ചെയ്യാൻ കേട്ടോ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സൈൻ ഇൻവേഴ്സ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം കൊടുക്കും. സൈൻ ഇൻവേഴ്സ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം കണ്ടോ. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം സൈനിന്റെ ടേമിൽ വന്നം കേട്ടോ. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനത്തിനെ ഈ 2x/1+x²നെ 2x/1+x² സൈനിന്റെ ടേമിൽ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ എക്സിന് ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് വാല്യൂ കൊടുത്താൽ അങ്ങനെ വരുമെന്ന് നോക്കി. അതിനുവേണ്ടിയാണ് ഞാൻ ആ റിസൾട്ടുകൾ തന്നേക്കണത്. ഈ എക്സിന് നിങ്ങൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ ബ്രാക്കറ്റിലുള്ള സംഭവം സൈനിന്റെ ടേമിലേക്ക് മാറി വരുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. പുട്ട് എക്സ് ഈക്വൽ ടു എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈ ബ്രാക്കറ്റിലുള്ള 2x/1+x² സൈനിന്റെ ടേമിൽ കിട്ടും. ഞാൻ ഇപ്പൊ തന്നേക്കണ ഐഡന്റിറ്റികളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാമോ നോക്കി. ഒരു 2-3 ദിവസം ആകുമ്പോൾ നിങ്ങൾ അതിന്റെ ട്രാക്കിലേക്ക് മാറിക്കോളും. ആ ഐഡന്റിറ്റികൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിക്കോളും കേട്ടോ. അപ്പൊ എഴുതിയിരിക്കുന്ന ആ റിസൾട്ടുകൾ ഒന്ന് നോക്കിയിട്ട് എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതേ സ്റ്റൈലിൽ കിടക്കുന്ന ഏതെങ്കിലും റിസൾട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? എക്സ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. ട്രിഗണോമെട്രിക് ടേംസ് എന്തെങ്കിലും ആയിരിക്കും. അതേ സ്റ്റൈലിൽ വന്നേക്കുന്ന ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കിട്ടിയവർക്ക് ഉത്തരം പറയാം കേട്ടോ. കിട്ടിയവർക്ക് ഉത്തരം പറയാം. ശരിയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, തെറ്റാണെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം. അതേ സ്റ്റൈലിൽ 2x/1+x², 2x/1+x² എന്നുള്ള സ്റ്റൈലിൽ കിടക്കുന്ന ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടോ? എക്സ് ആയിരിക്കില്ല കേട്ടോ, എക്സിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും. 2x/1+x² എന്നുള്ള സ്റ്റൈലില് sin 2x ആ സൈൻ 2xന്റെ ഇത് അങ്ങനെയല്ലേ കിടക്കുന്നത്? ആ സൈൻ 2xന്റെ എങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞേ. സൈൻ 2 2x tan ഈക്വൽ ടു 2 tan x ബൈ 1 tan square x. ആ ഇങ്ങനെ റിസൾട്ട് ഞാൻ എഴുതുന്നുണ്ടോ? സൈൻ 2x ഈക്വൽ ടു 2 tan x. സൈൻ 2x ഈക്വൽ ടു 2 tan x ബൈ 1 tan square x ഉണ്ടോ? 2 tan x. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന വെച്ചാലേ എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവണം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണത് എക്സിന് tan x എന്ന് കൊടുത്താൽ നമുക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആവും. എക്സിന് tan x കൊടുത്താൽ 2 tan x ബൈ 1 tan square x ഈക്വൽ ടു സൈൻ 2x. അത് മനസ്സിലാവണം കേട്ടോ. പുട്ട് എക്സ് ഈക്വൽ ടു ഞാൻ എഴുതിക്കോളാൻ കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. രണ്ടും എക്സ് ആവുണ്ട് കേട്ടോ. എക്സ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിന് ഞാൻ ടാൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും എന്നറിയാമോ? സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ബൈ 1 ടാൻ സ്ക്വയർ തീറ്റ എന്നാവും. ഒന്നും എഴുതണ്ട, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എക്സിന് ആ ബ്രാക്കറ്റിലുള്ള എക്സിന് ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അത് കിട്ടണത് എവിടെന്നാന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടീസ് ആണ് കേട്ടോ. നമുക്ക് മനസ്സിലാവണം. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്താൽ 2 ടാൻ തീറ്റ ബൈ 1 ടാൻ സ്ക്വയർ തീറ്റ ആവും. എന്താണ് ഈ 2 ടാൻ തീറ്റ ബൈ 1 ടാൻ സ്ക്വയർ തീറ്റ? എന്താണ് 2 ടാൻ തീറ്റ ബൈ 1 ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്
എന്ത് കൊടുക്കാം? 2 tan theta by 1 plus tan square theta ക്ക് പകരം Sin 2 theta. sin 2 theta എന്ന് കൊടുക്കാം. ദേ മക്കളെ ഇപ്പൊ നോക്കിയേ, സൈൻ നമ്മുടെ എയിം ഇതാണ് കേട്ടോ. സൈൻ ഇൻവേഴ്സ് പുറത്ത് കിടക്കുന്നത് കൊണ്ട് അകത്ത് സൈൻ കൊണ്ടുവരണം. ആ ബ്രാക്കറ്റിന്റെ അകത്ത് സൈൻ കൊണ്ടുവരണം. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് ആണ് പുറത്ത്. സൈൻ ഇൻവേഴ്സ് പുറത്ത് കിടന്നാൽ ബ്രാക്കറ്റിന്റെ അകത്ത് സൈൻ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ ഈ സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി പോയിട്ട് 2 തീറ്റ എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി പോയിട്ട് 2 തീറ്റ എന്ന് കിട്ടും. തീറ്റ എന്താണ്? എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്താണ്? നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞു നടന്നല്ലോ, കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, ടാനിനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുപോയാൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്ത് വരും? എന്താ ഫാരിസേ? എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എടാ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ അങ്ങനെയാണ്. ഇതിനകത്ത് തീറ്റ എത്രയാന്ന്? അല്ല, ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ടാൻ തന്നെയാണോ? ഭയങ്കര. നീ ഇവിടെ ശ്രദ്ധിച്ച് അല്ലാട്ടോ ഇരിക്കണത്, നീ അവിടെ എവിടെ നോക്കിയിരിക്കണത്. എടാ നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമല്ലേ, ടാൻ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയ മൈനസ് ടാൻ എക്സ് ആണോ ആവണത്? ടാനിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താണ്? എന്താ ഷജാഫെ? എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ടാനിനെ അപ്പുറത്തേക്ക് കൊണ്ട് എന്ത് സംഭവിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് കേട്ടോ. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആകും. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇവിടെ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ അറേഞ്ച് ചെയ്ത് എഴുതുക മാത്രമാണ് ഇതുവരെ ചെയ്തേക്കണം കേട്ടോ. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇനിയാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കി ഇത്രയും ചെയ്ത കാര്യം എന്താന്നുള്ളത് എഴുതണ്ട, കണ്ടിരുന്നാ മതി. നോക്കുക, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square. ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ബ്രാക്കറ്റിനകത്ത് 2x by 1 plus x square. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? സൈൻ ഇൻവേഴ്സ് അല്ലേ. സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ആ ബ്രാക്കറ്റിലുള്ള സാധനത്തിനെ സൈനിന്റെ ടേമിൽ കിട്ടണം. അങ്ങനെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ബ്രാക്കറ്റിലുള്ള സാധനം സൈനിന്റെ ടേമിൽ വരണം. അത് സൈൻ കിട്ടണമെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്താൽ ആ ബ്രാക്കറ്റിലുള്ളത് 2 tan theta by 1 plus tan square theta എന്നാകും. അപ്പോൾ എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ 2 tan theta by 1 plus tan square theta sin 2 തീറ്റ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് sin 2 തീറ്റ ആയി. സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി പോയിട്ട് 2 തീറ്റ എന്ന് കിട്ടി. എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സുമാണ്. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. y ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സ് കിട്ടി. അതായത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ മാറ്റി എഴുതുക മാത്രമാണ് ഇപ്പൊ ചെയ്തേക്കണം കേട്ടോ. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ y ഈക്വൽ ടു 2 tan ഇൻവേഴ്സ് എക്സ്. ഇനി ഡെറിവേറ്റീവ് കാണണം. dy by dx ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. രണ്ട് സൈഡും ഡെറിവേറ്റീവ് കൊണ്ടു. dy by dx ഡെറിവേറ്റീവ് ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്? ഇപ്പൊ പഠിച്ച ഫോർമുല ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്താ ആദിൽ നസിയെ? 1 by x square plus 1. 1 by 1 plus x square. അപ്പൊ ആൻസർ എന്ത് വരും? 2 by 1 plus x square. ആൻസർ കഴിഞ്ഞു. ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ്. dy by dx ഈക്വൽ ടു 2 by 1 plus x square. 2 by 1 plus x square. മനസ്സിലാക്കി ചെയ്യുക കേട്ടോ.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. സൈൻ ഇൻവേഴ്സ് എന്ന് കണ്ടാൽ ആ ബ്രാക്കറ്റിലുള്ള സാധനം സൈൻ ആക്കണം. ആ ബ്രാക്കറ്റിൽ സൈൻ കിട്ടണമെങ്കിൽ ട്രിഗണോമെട്രിയുടെ റിസൾട്ട് ഉപയോഗിക്കണം. എക്സിന് എന്ത് കൊടുക്കണം അതനുസരിച്ച് എക്സിന് കൊടുക്കുക, ബ്രാക്കറ്റിലുള്ള സൈൻ ആക്കുക. സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിപ്പോയിട്ട് തീറ്റയുടെ ടൈമിലായി. ദെൻ തീറ്റയ്ക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. കഴിഞ്ഞോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു 10ാമത്തെ ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു tan ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. tan ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്തോളാം, ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ആദ്യം നോക്കേണ്ട കാര്യം tan ഇൻവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം ഏത് ടേമിൽ കിട്ടണം? ഏത് ടേമിൽ കിട്ടണം മീന? ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് ആയതുകൊണ്ട് ബ്രാക്കറ്റിലുള്ള സാധനം ഏത് ടേമിൽ കിട്ടണം? ക്ലാസ്സിൽ പറയണ കാര്യങ്ങൾ കേട്ടിരിക്കണം. ബുക്ക് മറച്ചു കേട്ട് കാര്യമില്ല, അതിന്റെ ഉത്തരം ബുക്കിൽ എഴുതി തന്നിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബുക്ക് മറച്ചു കൊണ്ട ശീലം ഉണ്ടല്ലോ, എല്ലാത്തിനും ചുമ്മാ മറച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ടാൻ ഇൻവേഴ്സ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ആ ബ്രാക്കറ്റിൽ വരുന്നതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? എനിക്കറിയില്ല. ടാൻ ഇൻവേഴ്സ് ആണ് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ആ ബ്രാക്കറ്റിലുള്ള സാധനത്തിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? കൈലാസ, കോട്ടാണോ? കോട്ട്. ഒരാൾ സീക്ക്, ഒരാൾക്ക് കോട്ട്. ശരി, സീക്ക് കോട്ട്. കോട്ടയ്ക്ക് അവസാനം മേടിക്കേണ്ട ഒരു ഈ കണക്കിനെ പഠിക്കണമെങ്കിൽ കേട്ടോ. കോട്ടില്ലേ, അതൊക്കെ അവസാനം നമ്മൾ മേടിക്കേണ്ടി വരും ഈ കണക്കിന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏതാ കൈക്കോട്ട്? ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ബ്രാക്കറ്റ് ഉള്ളതിന് എന്തിലേക്ക് മാറ്റണം? എന്തിലേക്ക് മാറ്റി കഴിഞ്ഞാലാണ് അത് കട്ട് ചെയ്ത് പോണത്? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ നീ ബാക്കിയുള്ളവർക്ക് എന്നെ കേട്ടേക്കണം നോക്കട്ടെ. എന്താ നിഹാലെ, പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ആ ബ്രാക്കറ്റിലുള്ളതിന് എന്തിലേക്ക് മാറ്റണം?
നിങ്ങൾ ആ കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് നോക്കിയേ പിള്ളേരെ, പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് സൈൻ ഇൻവേഴ്സ് ആയിരുന്നു. അപ്പൊ ആ ബ്രാക്കറ്റിലുള്ള സംഭവം എന്തിന്റെ ടൈമിലാണ് കിട്ടിയത്? കഴിഞ്ഞ പ്രോബ്ലം സൈൻ ഇൻവേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ആ ബ്രാക്കറ്റിലുള്ളത് ഏതിന്റെ ടൈമിൽ കിട്ടി, എന്നിട്ട് എന്ത് സംഭവിച്ചു? കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഫോർമുലയ്ക്കും കൃത്യമായിട്ട് അറിയാതിരിക്കണം. ഇന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതൊക്കെ മനസ്സിലാവണം, എന്നാലേ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിഹാല, നിനക്കറിയാമോ? ടാനാണോ? ആ, എന്തുകൊണ്ടാ ടാൻ ആവണത്? പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ അകത്ത് ടാൻ ആക്കണം. എന്തിനു വേണ്ടിയിട്ടാ അത്? എന്തിനു വേണ്ടിയിട്ടാ സുഫിനെ പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ അകത്ത് ടാൻ ആക്കണത്? ടാൻ ഇൻവേഴ്സിന്റെ കൂടെ ടാനേ കട്ട് ചെയ്ത് പോകുള്ളൂ. ടാൻ ഇൻവേഴ്സിന്റെ കൂടെ ടാൻ കട്ട് ചെയ്ത് പോകും. സൈൻ ഇൻവേഴ്സിന്റെ കൂടെ സൈൻ കട്ട് ചെയ്ത് പോകും. കോസ് ഇൻവേഴ്സിന്റെ കൂടെ കോസ് കട്ട് ചെയ്ത് പോകും. അപ്പൊ പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ അകത്ത് നമ്മൾ ടാനിൽ കിട്ടണം. അകത്ത് ടാനിൽ കിട്ടണമെങ്കിൽ ഈ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ടാനിലേക്ക് വരും? പുട്ട് എക്സ് ഈക്വൽ ടു, എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? അവിടെ ആ റിസൾട്ട് നോക്ക്. ഇതേ സ്റ്റൈലിലുള്ള റിസൾട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ നോക്ക്. അതെ, ഞാൻ എഴുതുന്നുണ്ടോ നോക്കി. ഇതേ സ്റ്റൈലിലുള്ള റിസൾട്ട് വല്ലതും കണ്ടോ? ഓ മേഘ, tan 3x ഉറക്കെ പറ. tan 3x is equal to 3 tan x tan minus 3x equal to 3 tan x minus tan cube 3 tan x minus tan cube x by 1 minus 3 tan x. tan x ആണോ നിൽക്കണത്? അല്ല, tan square x. tan square x. അപ്പൊ എക്സിന് tan x എന്ന് കൊടുത്താൽ മതി. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കണം. എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് കേട്ടോ. ഒന്നിച്ചൂടെ എഴുതി വെച്ചേക്കാം. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. എക്സിന് ടാൻ തീറ്റ എന്ന് കൊടുത്താൽ ഇവിടെ എന്ത് സംഭവിക്കും? വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ എന്നാവും. എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ഇതെന്താണ്? ടാൻ 3 തീറ്റയാണ്. ടാൻ 3 തീറ്റയുടെ ഫോർമുലയാണിത്. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ എന്നായി. ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സും ടാനും കട്ടായി പോയിട്ട് ഇത് 3 തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു തീറ്റ എന്താണ്? എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y ഈക്വൽ ടു 3 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ ആയി. ചെയ്തേ. ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം കേട്ടോ. ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റണം, എന്നാലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. എല്ലാം ഇതുപോലെ ഡയറക്റ്റ് ടാൻ വന്നോളണമെന്നുമില്ല. ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ടാൻ വന്നോളണമെന്നും സൈൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ സൈൻ തന്നെ വന്നോളണമെന്നില്ല. ചിലപ്പോൾ കോസ് വരും. കോസ് വന്നാൽ സൈനിലേക്ക് മാറ്റണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, വരും. നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ക്വസ്റ്റിന്റെ പുറത്ത് കിടക്കുന്നത് ടാൻ ഇൻവേഴ്സ് എന്നാണ്. അപ്പൊ ആ ബ്രാക്കറ്റിലുള്ളത് ടാനിന്റെ ടേമിൽ വന്നം. പുറത്തുള്ളത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ബ്രാക്കറ്റിലുള്ളത് ടാനിന്റെ ടേമിൽ വന്നം. ആ ബ്രാക്കറ്റിലുള്ള ടാനിന്റെ ടേമിൽ കിട്ടണമെങ്കിൽ എക്സിന് എന്ത് കൊടുക്കണം? അതനുസരിച്ച് കൊടുത്ത് മുന്നോട്ട് പോകണം. ടാൻ ഇൻവേഴ്സും ടാനും കട്ടായി പോയിക്കോളും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഇനി എന്ത് ചെയ്യണം അബു? ഇനി എന്ത് ചെയ്യണം? സാർ, ഇനി ഡിഫറൻസിയേഷൻ പറഞ്ഞോ. dy by dx
എന്ത് വരും? 3 ഇൻറ്റു 3 കോൺസ്റ്റന്റ് ആണ് d by dx of tan inverse x. dy by dx equal to 3 into d by dx of tan inverse x. This is equal to 3 into derivative of tan inverse x 1 by 1 plus x square കേട്ടോ. അപ്പോൾ 3 by 1 plus x square എന്ന് കിട്ടും. 3 by 1 plus x square ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഇത്രയൊക്കെ ആയല്ലോ. ഇനി 11 ഒന്ന് ചെയ്തു നോക്കി. തന്നെ ചെയ്തോട്ടോ, ഇതേപോലെ തന്നെ ചെയ്തേ. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ്. ആ സൈഡിൽ തന്നേക്കണ വാല്യൂസ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ആ സൈഡിൽ തന്നേക്കണ വാല്യൂസ് നിങ്ങൾ നോക്കണ്ട. അത്രയും വാല്യൂസിനാണ് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ആ സൈഡിൽ തന്നിരിക്കുന്ന വാല്യൂസില്ലേ, അത്രയും വാല്യൂസിനാണ് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ പ്രോബ്ലത്തിന് അത് ബാധിക്കുന്നതല്ല കേട്ടോ. ആ എക്സിന്റെ റേഞ്ച് തന്നിട്ടുണ്ടായിരിക്കും. എക്സിന്റെ റേഞ്ച് തന്നേക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റിനെ അത് ബാധിക്കുന്നതല്ല. അത്രയും റേഞ്ചിലാണ് ഈ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കിവിടെ കോസ് ഇൻവേഴ്സ് ആണ്. കോസ് ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ ബേസിലെ എന്ത് ചെയ്യണം? ബേസിലെ നമുക്ക് ബ്രാക്കറ്റിലുള്ളത് എങ്ങനെ കിട്ടണം? പുറത്ത് കോസ് ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിലുള്ളത് നമ്മൾ എങ്ങനെയാക്കണം? കോസിന്റെ ടേമിലാക്കണം. കോസിന്റെ ടേമിൽ കിട്ടാൻ ഇവിടെ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? എക്സിന് എന്ത് കൊടുത്താൽ കോസിന്റെ ടേമിലാവും? ആ റിസൾട്ടുകൾ നോക്കി. cos 2x 1 minus tan square x by 1 plus tan square. 1 minus tan square x by 1 plus tan square x cos 2x അല്ലേ? 1 minus tan square x by 1 plus tan square x cos 2x ആണ്. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് കൊടുത്താൽ മതി? tan തീറ്റ എന്ന് കൊടുത്താൽ മതി. x ഈക്വൽ ടു tan തീറ്റ. x tan തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് x ആണ്. അപ്പോൾ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാവും. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കോസ് 2 തീറ്റ. കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ 2 തീറ്റ ആവും. ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. y equal to 2 tan inverse x. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. dy by dx 2 കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. dy by dx ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1 by 1 plus x square. 2 by 1 plus x square. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത് ചെയ്തോളൂ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോളുക.
12ാമത്തെ ക്വസ്റ്റ്യൻ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ആണ് കേട്ടോ, സൈൻ ഇൻവേഴ്സ് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് ആകുമ്പോൾ ബ്രാക്കറ്റിലുള്ളത് സൈനിൽ കിട്ടണം, ബ്രാക്കറ്റിലുള്ളത് സൈനിൽ കിട്ടണം. നമുക്കിവിടെ തന്നിരിക്കുന്നത് 1 മൈനസ് എക്സ് സ്ക്വയറും 1 പ്ലസ് എക്സ് സ്ക്വയറും ആണ്. എന്ത് ചെയ്യും? എന്ത് ചെയ്യാം ജെസിയ? അറിയില്ല സർ. ഇതിനോട് സാദൃശ്യമുള്ള ഐഡന്റിറ്റി ഏതാ? കോസ് ടു എക്സിന്റെ കോസ് ടു എക്സ് അല്ലേ? ഏതാണ് കോസ് ടു എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എക്സിന് എന്ത് കൊടുക്കണം? ടാൻ തീറ്റ കേട്ടോ. എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ ഐഡന്റിറ്റി നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ, ഐഡന്റിറ്റി മാറ്റാൻ പറ്റില്ല. ഈ കിടക്കുന്ന ഐഡന്റിറ്റി കോസ് ടു എക്സിന്റെ തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ കൊടുത്തോ, നമുക്ക് നോക്കാം. അങ്ങനെ തന്നെ ചെയ്തു വന്നേ, അങ്ങനെ തന്നെ ചെയ്യാം. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുക്കുക. ഐഡന്റിറ്റി മാറ്റാൻ പറ്റില്ല, നമുക്ക് ഐഡന്റിറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഐഡന്റിറ്റി മാറ്റാൻ പറ്റില്ല, ഉള്ള ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എക്സിന് ടാൻ തീറ്റ കൊടുക്കുക. നമുക്ക് നോക്കാം എന്താ ഞാൻ പറഞ്ഞു തന്നോളാം. എക്സിന് തൽക്കാലം ടാൻ തീറ്റ കൊടുത്തേ. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സും. എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എന്തുവരും ബ്രാക്കറ്റിലുള്ളത്? കോസ് 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് കോസ് 2 തീറ്റ. കട്ടാവൂല കേട്ടോ. ഐഡന്റിറ്റി ഇതായതുകൊണ്ട് നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഐഡന്റിറ്റി കോസ് 2 തീറ്റയുടെ ആണ് അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ വേണ്ടത് സൈൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണല്ലേ? ഐഡന്റിറ്റി കോസിൻ്റെതാണ്, നമുക്ക് വേണ്ടത് സൈനുമാണ്. അപ്പൊ നമ്മൾ ഐഡന്റിറ്റി കൊടുത്ത് കോസിൽ എത്തിച്ചു. ഇത് ചെയ്യേണ്ടത് ആ കോസിനെ സൈനിലേക്ക് മാറ്റണം. കോസിനെ സൈനിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം വ്യക്തമായിരിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഐഡന്റിറ്റി നമുക്ക് മാറ്റാൻ പറ്റില്ല, ഐഡന്റിറ്റി മാറ്റാൻ പറ്റില്ല. ഇവിടെ സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ആവുമ്പോൾ ബ്രാക്കറ്റിലുള്ളത് സൈൻ വന്നം. നമുക്ക് ഈ ഐഡന്റിറ്റി അനുസരിച്ച് കിട്ടിയേക്കണ ബ്രാക്കറ്റിലുള്ളത് എന്താണ്? കോസ് ആണ്. ഇനി ആ കോസിനെ സൈനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കോസ് 2 തീറ്റനെ ഇനി കഴിഞ്ഞിട്ട് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. നമുക്ക് സൈൻ വേണം കേട്ടോ മക്കളെ. സൈൻ 90 മൈനസ് 2 തീറ്റ എന്ന് കൊടുത്താൽ ഇതെന്നതാ? സൈൻ 90 മൈനസ് 2 തീറ്റയുടെ വാല്യൂ എന്താന്ന് പറഞ്ഞു നീ? സൈൻ 90 മൈനസ് 2 തീറ്റ എത്രയാണ്? സൈൻ 90 മൈനസ് 2 തീറ്റ. റിഡക്ഷൻ ഫോർമുല ഒക്കെ അറിയാതിരിക്കണം കേട്ടോ. റിഡക്ഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് 8 എണ്ണം പഠിപ്പിച്ചേക്കണതാണ്. റിഡക്ഷൻ ഫോർമുലയും കാര്യങ്ങളൊക്കെ അറിയാതിരിക്കണം. +1 പഠിച്ച കാര്യങ്ങളൊക്കെ അറിയാതിരിക്കണം കേട്ടോ. ട്രിഗണോമെട്രിയുടെ പ്രാധാന്യം അതാണ്. നമുക്ക് മറ്റെല്ലാ ഫീൽഡിനകത്തും, മാത്തമാറ്റിക്സിന്റെ എല്ലാ ഫീൽഡിനകത്തും, അതുപോലെ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലായിടത്തും ട്രിഗണോമെട്രി കയറി വരും. എല്ലാ ഫീൽഡിലും ട്രിഗണോമെട്രി വരും. റിസൾട്ടുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാതിരിക്കണം. സൈൻ 90 മൈനസ് 2 തീറ്റ എന്ത് വരും എന്ന് പറഞ്ഞേ? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? സൈൻ 90 മൈനസ് തീറ്റ എത്രയാ? സൈൻ 90 മൈനസ് തീറ്റ കോസ് 90. 90യുടെ ഊഡ് മൾട്ടിപ്പിൾ അല്ലേ? 90 into 1 അല്ലേ ഇവിടെ? എടാവേ സൈൻ 90 എന്ന് പറഞ്ഞാൽ 90 into 1 ആണ്. ഊഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? കോ ഫംഗ്ഷൻ ആയിരിക്കും. ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ കോ ഫംഗ്ഷൻ ആയിരിക്കും. സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും. ടാൻ കോട്ടാവും, കോട്ട് ടാൻ ആവും. സീക്ക് കൊസീക്ക് ആവും, കൊസീക്ക് സീക്ക് ആവും. കോ ഫംഗ്ഷൻ ആയിരിക്കും. 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോ ഫംഗ്ഷൻ വരും. അവിടെ 2 into 90 എന്നായിരുന്നെങ്കിലോ? 2 into 90 എന്നായിരുന്നെങ്കിൽ എന്ത് വരുമായിരുന്നു?
90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ വരും. 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ കോ ഫംഗ്ഷൻ വരും. 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ വരും. ഇവിടെ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പൊ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. ഇനി ഏത് ക്വാഡ്രന്റിലാന്ന് നോക്കിയിട്ട് സൈൻ കൊടുക്കണം. ഇത് ഏത് ക്വാഡ്രന്റിലാണ് 90 മൈനസ് തീറ്റ? 90 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. 90 മൈനസ് ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാം എന്താണ്? എല്ലാം പോസിറ്റീവ് അല്ലേ? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാം പോസിറ്റീവ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ സൈൻ 90 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റയാണ്. കോസ് 2 തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് 2 തീറ്റ. ഇപ്പോൾ നോക്കിയേ, ഈ സൈൻ ഇൻവേഴ്സ് സൈൻ ആയി. അതായത് നമുക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ചപ്പോൾ കോസിൽ കിട്ടി. ഐഡന്റിറ്റി ഉപയോഗിച്ചപ്പോൾ കോസിൽ കിട്ടിയതിനെ നമ്മൾ റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സൈനിലേക്ക് മാറ്റി എഴുതി. പുറത്ത് സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് ബ്രാക്കറ്റിന്റെ അകത്തും സൈൻ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് സൈൻ ഇൻവേഴ്സ് ആണ്, ബ്രാക്കറ്റിന്റെ അകത്ത് സൈൻ വരണം. ഈ സൈൻ ഇൻവേഴ്സും സൈനും കട്ടായി പോയിട്ട് എന്ത് വരും? π/2 മൈനസ് 2 തീറ്റ എന്ന് വരും. y ഈക്വൽ ടു π/2 മൈനസ് 2 തീറ്റ. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. dy/dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് π/2. π/2 കോൺസ്റ്റന്റ് ആണ് കേട്ടോ. മൈനസ് 2 ഇൻറ്റു തീറ്റയ്ക്ക് ഞാൻ വാല്യൂ കൊടുത്തില്ലല്ലോ. ശരി, π/2 മൈനസ് 2 തീറ്റ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ്. π/2 മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് π/2 മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0. മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ മൈനസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. മൈനസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ. എഴുതാൻ പറ്റട്ടെ മക്കളെ? ഒരു സെക്കൻഡ്. സച്ചിനെ ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം ഫില്ല് ചെയ്യണം. ലീവ് ചെയ്യരുത്. ക്ലാസ്സിൽ ഉണ്ടാവണം. ക്ലാസ്സിൽ ഉണ്ടായിട്ട് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് വേണം ലീവ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു സാർ. ശരി, എഴുതിക്കൊള്ളുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇവിടെ ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോൾ കോസിന്റെ ടേമിൽ വരും. റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് സൈനിലേക്ക് മാറ്റി. എന്നിട്ട് സൈൻ ഇൻവേഴ്സും സൈനും കട്ടാക്കി. എഴുതി കഴിഞ്ഞെങ്കിൽ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ബാക്കി നാളെ പറയാം. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓർക്കില്ല. നോക്കട്ടെ.